എല്ലാവർക്കും നമസ്കാരം. നമുക്കൊരു അടിപൊളി സോസേജ് ഡ്രൈ ഫ്രൈ കണ്ടാലോ? അതിനായിട്ട് ഞാൻ സോസേജ് എടുത്തിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നീളത്തിൽ കട്ട് ചെയ്തിട്ട് പിന്നെ മസാലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഗരം മസാല, കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലാ സൈഡിലും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുമേ. കാരണം എപ്പോഴും സോസേജ് കൊടുക്കണം, സ്ഥിരമായിട്ട് കൊടുക്കണമെന്നൊന്നും പറയില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നമുക്ക് ഫുഡ് അവർ കഴിക്കാൻ വേണ്ടി നമുക്ക് ഉപകാരമായിരിക്കും. പിന്നെ അതിന് ശേഷം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. കാരണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത്. കാരണം സോസേജ് കൊണ്ട് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. കറി വയ്ക്കാറുണ്ട്, ഇതുപോലെ ഫ്രൈ ആക്കാറുണ്ട്, റോസ്റ്റ് ആക്കാറുണ്ട്. അപ്പം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ചോറിനാണെങ്കിലും എന്താ പറയുക, കുട്ടികൾക്കൊക്കെ ചോറിനും അപ്പത്തിനും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഗ്രേവി കൂടുതൽ ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാം. നല്ലപോലെ ഇങ്ങനെ മൊരിച്ചെടുക്കണേ, കൂടുതൽ കരിയാൻ പാടില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും സോസേജ് വാങ്ങിക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ. ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുക്കണം. കുറച്ചും കൂടെ ആ ഒരു എണ്ണയിൽ തന്നെ മൊരിച്ച്